ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. വിഷ്ണു ശാലിനിയോട് ചോദിക്കുന്നു, നീ എന്തൊക്കെ കള്ളത്തരമാണ് ഈ കൊച്ചു കുഞ്ഞിനോട് പറഞ്ഞിരിക്കുന്നത്? നീ എന്തിനാ ഇങ്ങനെ നുണക്കഥകൾ പറയുന്നത്? ശാലിനി കരഞ്ഞോണ്ട് പറയുകയാണ്, വിഷ്ണുവേട്ടാ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ആരെ കാണിക്കാനാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഞങ്ങൾ വരുന്നത് കണ്ടുകൊണ്ടാണ് നീ സത്യയുടെ അച്ഛനെ പറഞ്ഞു വിട്ടത്. എല്ലാം എനിക്ക് മനസ്സിലായി. വിഷ്ണുവേട്ടാ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. ഈ കുഞ്ഞിനെ പറ്റിക്കാനായിട്ട് നീ എന്ത് നുണ വേണമെങ്കിലും പറഞ്ഞു. പക്ഷേ ഈ നുണക്കഥകളുമായി ഇനി മേലാൽ എന്റെ മുന്നിലോട്ട് വന്നു പോകരുത്. സത്യാമ്മ പറയുക. എടി, എത്ര നാൾ ഇങ്ങനെ നീ കള്ളനും പോലീസും കളിക്കും? എവിടെ വരെ പോകുമെന്ന് നമുക്ക് കാണാം. എന്നെയും എന്റെ മോനെയും വേദനിപ്പിച്ചേന് ഇതിനുള്ള ശിക്ഷ തരാതിരിക്കില്ലടി. അന്നു നീ കരയും, പൊട്ടി പൊട്ടി കരയും. അത് ഞാൻ കാണും. ഈശ്വരൻ എനിക്ക് കാണിച്ചു തരും. നീ തന്നെ നിനക്കുള്ള കുഴി കുഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശാരദാമ്മ, അച്ഛനും മോളും കറങ്ങാൻ പോയിട്ട് കണ്ടില്ലല്ലോ. അപ്പോഴേക്കും ശാലിനിയുടെ കാർ അങ്ങോട്ട് വരികയാണ്. സത്യമോൾ ശാലിനിയുടെ ഒപ്പം വരുന്നത് കണ്ട് ശാരദാമ്മ ചോദിക്കുകയാണ്, ഇതെന്ത് പറ്റി? അച്ഛനോടൊപ്പം പോയിട്ട് വരുന്നത് അമ്മയുടെ കൂടെയാണോ? മോളെ, അച്ഛൻ എന്തിയേ? ജോലി സ്ഥലത്ത് നിന്ന് ഫോൺ വന്നത് കൊണ്ട് അച്ഛൻ അങ്ങ് പോയി എന്ന് അമ്മ പറഞ്ഞു. എനിക്ക് ഒരുപാട് സങ്കടം വന്നു. അത് സാരമില്ല, അച്ഛൻ ഇനിയും വരുമല്ലോ. അപ്പൊ സത്യമോൾക്ക് അച്ഛനോടൊപ്പം എല്ലായിടം പോയി കറങ്ങാലോ എന്നും പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് സത്യമോളെ അകത്തോട്ട് പറഞ്ഞു വിട്ടു. എന്നിട്ട് ശാലിനിയോട് ചോദിച്ചു, എടി എന്താടി അവിടെ ഉണ്ടായത്? അമ്മേ, അത് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സത്യമോൾ ആരെയോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് കണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ബിഗ് ഫ്രണ്ടിനെ ആണമ്മേ. എൻ്റെ അച്ഛനെ ബിഗ് ഫ്രണ്ട് കണ്ടിട്ടില്ലല്ലോ. ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ വിളിച്ചിട്ടുണ്ട്. വിഷ്ണുവേട്ടൻ അങ്ങോട്ട് വന്ന് എന്നെ കണ്ടാൽ ഞാൻ ഏത് വേഷത്തിലായാലും വിഷ്ണുവേട്ടൻ എന്നെ തിരിച്ചറിയും. അപ്പോൾ സത്യമോളുടെ മുന്നിൽ വെച്ച് എല്ലാ സത്യവും എനിക്ക് വിഷ്ണുവേട്ടനോട് തുറന്നു പറയേണ്ടി വരും. അതവളുടെ കുഞ്ഞു മനസ്സിന് താങ്ങാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അനുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അനു എനിക്ക് ഡ്രസ്സെല്ലാം റെസ്റ്റോറൻറ്റിൽ കൊണ്ടു തന്നു. ഞാൻ ഡ്രസ്സ് മാറി വന്നപ്പോഴേക്കും വിഷ്ണുവേട്ടനും സത്യാമ്മയും അവിടെ എത്തിയിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ അമ്മയ്ക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഓ സാരമില്ലമ്മേ, ഞാൻ എൻ്റെ മോളുടെ സന്തോഷം മാത്രമേ ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. എന്നാലും മോളെ, കാര്യങ്ങളൊക്കെ ഈ വിധത്തിൽ പോയാൽ പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് വിഷ്ണുവിൻ്റെ തെറ്റിദ്ധാരണ മാറ്റിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോവും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ അങ്ങോട്ട് വരുന്നുണ്ട്. അതിൽ നിന്ന് ശ്യാമയും പപ്പിമോളും ഇറങ്ങി വരുന്നുണ്ട്. ശ്യാമ ഓടി വന്ന് ശാലിനിയോട് ചോദിക്കുവാണ്, കുഞ്ഞേച്ചി ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? ഇതിനെ ചൊല്ലി അവിടെ വലിയ വഴക്കാണ് ഞാൻ അവിടെ കേട്ടോണ്ടിരിക്കുന്നത്. കുഞ്ഞേച്ചി, ആരാ സത്യമോളുടെ അച്ഛനായിട്ട് വന്നിരിക്കുന്നത്? എന്നോടെങ്കിലും പറ കുഞ്ഞേച്ചി. അത് ശ്യാമേ, ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ എനിക്ക് സമയമില്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് ശാലിനി കാറിൽ കയറി പോവുകയാണ്. ഈ കുഞ്ഞേച്ചി എന്താ എന്നോടിങ്ങനെ കാണിച്ചത് എന്ന് പറഞ്ഞ് ശ്യാമ ഞെട്ടി നിൽക്കുകയാണ്. അമ്മയെങ്കിലും ഒന്ന് എന്നോട് പറ, ഇവിടെ എന്താ നടക്കുന്നത്? അമ്മ അറിയാതെ എൻ്റെ കുഞ്ഞേച്ചി ഇവിടെ ഒന്നും ചെയ്യത്തില്ല. ശാരദാമ്മ ഉടനെ പറയുക, നീ തന്നെ നിന്റെ കുഞ്ഞേച്ചിയോട് ചോദിക്ക്. ആ സമയത്ത് സത്യാമ്മയുടെ ഫോൺ ശ്യാമയ്ക്ക് വരുന്നു. നീ എവിടാ? ഞാൻ ഇവിടെ ഒരു കടയിൽ വന്നിരിക്കുകയാണ്. പപ്പിക്ക് കുറച്ച് നോട്ട്ബുക്ക് വാങ്ങാൻ. എന്നാ നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അങ്ങനെ ശ്യാമ സത്യയോടൊപ്പം കളിച്ചോണ്ടിരുന്ന പപ്പിയെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് സത്യാമ്മയുടെ വീട്ടിൽ വിഷ്ണു ഒരുങ്ങി പുറത്തോട്ട് പോകാൻ വരുമ്പോൾ സത്യാമ്മ പറയുന്നു, എടാ നീ ഇപ്പൊ എങ്ങോട്ടും പോകല്ലേ. ഉപേന്ദ്രൻ ഇപ്പോൾ വിളിച്ചിരുന്നു. വക്കീലിനെ കൂട്ടി ഇപ്പോൾ വരുമെന്ന്. എന്തൊക്കെയോ ഡോക്യുമെന്റ്സിൽ ഒപ്പിടണം. അതിന് ഞാൻ എന്തിനാ ഒപ്പിടുന്നത്? രാഘവേട്ടൻ പറയുന്നു, സർക്കാരിലേക്ക് നമ്മൾ ഈ വീടിന്റെയും പറമ്പിന്റെയും ആധാരമാണ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒപ്പിടണം. അതുമാത്രവുമല്ല, ഇത് ഞാനായിട്ടെടുത്ത തീരുമാനമാണെന്ന് പറയത്തില്ലല്ലോ. ഇത് സത്യാമ്മയെ ഉദ്ദേശിച്ചാണ് രാഘവേട്ടൻ പറയുന്നത്. സത്യാമ്മ ഉടനെ പറയുക, രാഘവേട്ടൻ ഇപ്പോഴും ഉപേന്ദ്രനെ ശത്രുപക്ഷത്താണ് കാണുന്നത്. ഒന്ന് ഓർത്തോ, അവന് ഇതിന് വല്ല ആവശ്യമുണ്ടോ? മലേഷ്യയിൽ ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ടവന്. പിന്നെ എന്തിനാ ഇവിടെ ബിസിനസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്വന്തം നാട്ടിലൊന്ന് വന്നു പോകാമല്ലോ എന്ന് കരുതിയാണ്. അല്ലാതെ നമ്മളെ ചതിച്ചിട്ട് അവൻ എന്ത് കിട്ടാനാണ്? അപ്പോൾ രാഘവേട്ടൻ പറയുക, അല്ലെങ്കിലും അവൻ പണ്ടേ അങ്ങനെ. അവൻ എന്ത് ചെയ്താലും അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്കാ. ഉരുളി വരെ കട്ട ചരിത്രമുണ്ട് അവന്. എന്നിട്ട് അടി കിട്ടിയത് മൊത്തം എനിക്ക്. അപ്പോ വിഷ്ണു ചോദിക്കുക, അപ്പോ ആള് പണ്ടേ വലിയ കേമനായിരുന്നോ? കേമ മാത്രമല്ല, 1ാം ക്ലാസ് ചേർത്തപ്പോൾ മുതൽ സ്ലേറ്റ് പെൻസിലെ തുടങ്ങി അത് അവൻ ഇവിടുന്ന് നാട് വിടുന്നവരെ മാറ്റിയിട്ടില്ല. ഇപ്പോഴെങ്ങനാണെന്ന് എനിക്ക് അറിയാനും വയ്യ. ഉടനെ രോഹിത് പറയുക, കോടിക്കണക്കിന് സ്വത്താണ് ചിറ്റപ്പന് മലേഷ്യയിൽ. 1-2 പെട്രോൾ പമ്പും കുറെ റിസോർട്ടുകളും ഫർണിച്ചർ ഷോപ്പും, അങ്ങനെ കോടിക്കണക്കിന് സ്വത്ത്. ചിറ്റപ്പൻ ഇപ്പോൾ ഒരു ചിന്ന മുതലാളിയാ മലേഷ്യയിൽ. ഇപ്പോൾ
ഞാനും ചിന്തിച്ചോണ്ടിരിക്കയാ ഇവിടെ ഒന്ന് പച്ച പിടിച്ചതിന് ശേഷം മലേഷ്യയിലോട്ടൊന്ന് വിട്ടാലോ എന്ന്. അതിനുള്ള വകുപ്പുകളൊക്കെ ചിറ്റപ്പൻ ഉണ്ടാക്കി തരും. സത്യാമ്മ പറയുക, എടാ ഇവിടുത്തെ വീടിൻ്റെ പറമ്പിൻ്റെ ആധാരമാണ് സർക്കാരിന് കൊടുത്തിരിക്കുന്നത്. അത് സത്യമേ, ആദ്യത്തെ മരം മുറിക്കലിൽ തന്നെ നമ്മൾ മുടക്കിയതിൻ്റെ 6 ഇരട്ടിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പണയം വെച്ച ആധാരം അങ്ങ് തിരിച്ചെടുക്കത്തില്ലേ? ഈ ആദ്യത്തെ മരം മുറിക്കലിൽ തന്നെ മതി നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ. ഇത് കേൾക്കുമ്പോൾ രാഘവേട്ടൻ വിഷമത്തോടെ മുഖം തിരിക്കുന്നു. ലൈഫ് എങ്ങോട്ടാണോ മാറ്റിമറിക്കാൻ പോകുന്നത് ഓർത്തിട്ട്. ഇതെല്ലാം ചെയ്യിക്കുന്ന ഉപേന്ദ്രനാണല്ലോ. ശ്യാമ ഉടനെ പറയുക, എനിക്ക് വലിയ വലിയ കണക്കുകൾ കേൾക്കുന്നതേ ഇഷ്ടമല്ല. പിന്നെ ആ ഉപേന്ദ്ര ചിറ്റപ്പൻ്റെ കൂടെ ആയതുകൊണ്ട് എനിക്ക് വലിയ പേടിയുവാ. വിഷ്ണു പറയുന്നു, എടാ രോഹിത്തെ, അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ, നീ എല്ലാം ഒന്നും കണ്ണടച്ച് വിശ്വസിക്കണ്ട. വിഷ്ണുവിന് ഇത് വലിയ താല്പര്യം കാണുന്നില്ല. സത്യാമ്മയും രോഹിത്തും ഉപേന്ദ്രന്റെ വലയിൽ വീണിരിക്കുകയാണ്. രാഘവേട്ടൻ പറയുക, എല്ലാരും കൂടി ഒന്ന് ആലോചിച്ച് എല്ലാം തിരക്കി അന്വേഷിച്ചിട്ട് 2 ദിവസം താമസിച്ചായാലും കുഴപ്പമില്ല. സത്യാമ്മ ഉടനെ ബസ്റ്റ് എന്നാ നടന്നത് തന്നെ. അപ്പോഴേക്കും കാശുള്ളവൻ ടെൻഡർ എടുത്തുകൊണ്ട് പോയിരിക്കും. മിനിസ്റ്റർ ദാസ് ഉറപ്പ് തന്നിട്ടുണ്ട്, ഉപേന്ദ്രൻ ഇപ്പോൾ വക്കീലുമായി വരും. വിഷ്ണു പറയുക, അമ്മേ അച്ഛൻ പറഞ്ഞതിനകത്ത് എന്താ കുഴപ്പം? ഇനി ഒന്നും ആലോചിക്കാനില്ല, ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി എല്ലാരും. ആ സമയത്ത് ഉപേന്ദ്രൻ വക്കീലുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി എന്ത് നടക്കുമെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണേ.